പിതൃസ്മരണയിലെന്ന കർക്കിടക വാവ് പിതൃമോക്ഷം തേടി ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി. ബലിതർപ്പണത്തിനായി ക്ഷേത്രങ്ങളിലും പ്രധാന സ്നാന കേന്ദ്രങ്ങളിലും ഭക്തരുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. കർക്കിടകവാവിന്റെ പുണ്യദിനത്തിൽ പൂർവികർക്ക് ബലിതർപ്പണം നൽകുവാൻ കേരളത്തിൽ ഉടനീളമുള്ള നിരവധി ക്ഷേത്രങ്ങളിലും കടൽത്തീരങ്ങളിലും ധാരാളം ഭക്തരെത്തി. കർക്കിടകവാവ് ബലിദിനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ ക്ഷേത്രം തിരുവനന്തപുരം ശ്രീവല്ലഭ ക്ഷേത്രമാണ്. ശംഖുമുഖം ക്ഷേത്രം, വർക്കല, പാപനാശം, കടൽത്തീരം തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ഈ ദിവസം തിരക്ക് ഏറെയാണ്. 7 തലമുറയിൽപ്പെട്ട പൂർവികർക്ക് ബലിതർപ്പണം നടത്തുക എന്നതാണ് കർക്കിടകവാവിൻ്റെ പ്രത്യേകത. ഇന്നലെ രാത്രി വൈകുന്നേരം 6 മണി മുതൽ ഇന്ന് ഏകദേശം 6 മണി വരെയാണ് അമാവാസി ഉള്ളത്. അപ്പം നമ്മൾ ഈ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് പാർവണ ശ്രാദ്ധം എന്നാണ് പറയുന്നത്. അത് നമ്മുടെ 7 തലമുറയിലുള്ള പിതൃക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കർമ്മമാണ് ഈ പാർവണ ശ്രാദ്ധം. കർക്കിടക മാസത്തിലെ അമാവാസിയിൽ വരുന്ന പാർവണ ശ്രാദ്ധം നമ്മൾ 7 തലമുറയിലുള്ള നമ്മുടെ പിതൃക്കളെ ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത്. അതേസമയം നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ വേണ്ടിയാണെങ്കിൽ അത് ഏകോദിഷ്ട ശ്രാദ്ധം എന്ന് പറഞ്ഞാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ ഏത് മലയാള മാസത്തിൽ ഏത് ദിവസമാണോ മരിച്ചത് ആ ദിവസമാണ് നമ്മൾ ഏകോദിഷ്ടമായ, അത് നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ വേണ്ടി മാത്രമാണ്. ഇത് 7 തലമുറ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആയിരക്കണക്കിന് പിതൃക്കളുണ്ടാവാം. അപ്പോൾ അവർക്കെല്ലാം വേണ്ടി, അത് നമ്മുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിലും നമുക്ക് ഈ കർമ്മം ചെയ്യാം, അവർ മരിച്ചാലും നമുക്ക് ഈ കർമ്മം ചെയ്യാം. ബലിയനുഷ്ഠാനം നടത്തുന്ന വ്യക്തി ഈ ദിവസം ഉപവാസം അനുഷ്ഠിക്കുന്നത് വളരെ പ്രധാനമാണ്. ഒരു നേരം മാത്രമേ ഈ വ്യക്തി അരിയാഹാരം കഴിക്കുകയുള്ളൂ. കേരളത്തിലെ മിക്ക വീടുകളിലും വാവട എന്നറിയപ്പെടുന്ന ആവിയിൽ വേവിച്ച അരിയുടെ ഒരു പ്രത്യേക വിഭവം തയ്യാറാക്കാറുണ്ട്. കർക്കിടക വാവുബലി പുരോഹിതൻ്റെയോ വൃദ്ധൻ്റെയോ മേൽനോട്ടത്തിലാണ് നടത്തുക. ദർഭപ്പുല്ല്, എള്ള്, പവിത്രം, വേവിച്ച അരി, വാഴയില, വെള്ളം, ചെറുപഴം എന്നിവയാണ് ബലിതർപ്പണത്തിനായി ഉപയോഗിക്കുന്ന വസ്തുക്കൾ. വൃത്തത്തിൽ തൂങ്ങുക. മാതൃമാതാമഹി, പിതൃപിതാമഹി, അഗ്നിശോധാധിപർക്കെല്ലാവർക്കും വൃത്തത്തിൽ 3 പ്രാവശ്യം തൂങ്ങുക. മൂന്ന് പ്രാവശ്യം തീർത്ഥം നൽകുക. ഗംഗാഭിഷേകം സമർപ്പയാമി. മൂന്ന് പ്രാവശ്യം ചന്ദനവും ജലവും നൽകുക. കളവാഭിഷേകം സമർപ്പയാമി. 3 പ്രാവശ്യം എള്ളും ജലവും കൂടെ നൽകുക. തിലാഭിഷേകം സമർപ്പയാമി. ദിനംപ്രതി വാവുബലി അർപ്പിക്കുവാൻ വേണ്ടി ക്ഷേത്രങ്ങളിലേക്കും മറ്റുമെത്തുന്ന ഭക്തരുടെ എണ്ണം വർഷാവർഷം വർദ്ധിക്കുകയാണ്. തിരക്ക് എല്ലാ വർഷവും തിരക്ക് കൂടി വരുന്നതല്ലാതെ ഒരിക്കലും കുറയാറില്ല. കാരണം തിരുവല്ലത്ത് വന്ന് കർമ്മം ചെയ്യുന്നവർ തിരുവല്ലത്ത് തന്നെ വരും. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അച്ഛനെയോ അമ്മയോ മാമനെയോ എല്ലാം നിലനിർത്തിയിരിക്കുന്നത് തിരുവല്ലത്ത് വിഷ്ണുപാദങ്ങളിലാണ്. അപ്പം മിക്കവാറും പേര് തിരുവല്ലത്ത് തന്നെ വന്ന് കർമ്മം ചെയ്യും. പിന്നെ നമ്മുടെ ഇവിടുത്തെ സ്ഥലപരിമിതി കൊണ്ട് നമുക്ക് ആൾക്കാരെ ഉൾക്കൊള്ളാനായിട്ടുള്ള വളരെ പരിമിതിയുണ്ട്. കാരണം നമുക്കിപ്പോൾ ആൾക്കാർ കൂടുന്നുണ്ടെങ്കിലും ക്ഷേത്രത്തിൻ്റെ സ്ഥലം കൂടിയിട്ടില്ല. അപ്പോൾ എല്ലാ വർഷവും ഇങ്ങനെ ആയിരക്കണക്കിന് ബലികൾ കൂടി കർക്കിടക വാവുബലി പിതൃദോഷം അകറ്റുവാൻ വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് ബലിതർപ്പണം ആത്മാർത്ഥമായി ആചരിക്കുന്നത് ഐശ്വര്യവും ഭാഗ്യവും നൽകുന്നുവെന്നും വിശ്വാസമുണ്ട്.